നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആണവായുധങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ശക്തം. ആണവായുധ നിർവ്യാപന കരാർ നടപ്പിലാക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഖത്തർ ആവശ്യപ്പെട്ടു. ഇറാന്റെ ആണവോർജ്ജ ഗവേഷണങ്ങളിൽ അറബ് നാടുകളിൽ അതൃപ്തി വർദ്ധിക്കുന്നതായും റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയ സേവനങ്ങൾക്ക് ഏറ്റവും അധികം തുക ഈടാക്കുന്നത് ഖത്തറാണെന്ന് പഠനം. ITC പുറത്തുവിട്ട പട്ടികയിൽ ആഗോളതലത്തിൽ ഖത്തറിന്റെ 31ാം സ്ഥാനവും UAEക്ക് 33ാം സ്ഥാനവും. ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഫലം കണ്ടു. ഷാർജയിൽ വാഹനാപകടത്തിൽ 10% കുറവ്. വാഹന പരിശോധനകൾ കർശനമാക്കുമെന്ന് അധികൃതർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇനി മുതൽ സോഷ്യൽ മീഡിയയ്ക്കും ബാധകം. പത്രികയ്ക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വിവരങ്ങളും നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സോഷ്യൽ മീഡിയ പ്രചരണ ചെലവ് തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവിനൊപ്പം ചേർക്കും. നിറ്റാജലാറ്റിൻ കമ്പനിയിലെ രാസമാലിന്യങ്ങൾ വളമായി വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാർ അന്വേഷണം തുടങ്ങി. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മീഡിയ 1 ഇംപാക്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആണവായുധങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. ആണവായുധ നിർവ്യാപന കരാർ നടപ്പിലാക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്ന് ഖത്തർ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു. ഇറാന്റെ ആണവോർജ്ജ ഗവേഷണങ്ങളിൽ അറബ് നാടുകളിൽ അതൃപ്തി വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. ആണവായുധങ്ങളുടെ വ്യാപനം തടയുക എന്ന ഉദ്ദേശത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയാണ് നോൺ പ്രോലിഫറേഷൻ ആക്ട് തയ്യാറാക്കിയത്. 1970-ലാണ് ഈ കരാർ പ്രാബല്യത്തിൽ വന്നത്. 190 അംഗരാജ്യങ്ങളിൽ ചൈന, ഫ്രാൻസ്, UK, US, USSR തുടങ്ങി 5 രാജ്യങ്ങൾക്കാണ് അന്ന് ആണവായുധങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടുപോയി. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ ഈ കരാറിൽ ഒപ്പുവയ്ക്കാത്ത ഏക രാജ്യം ഇസ്രായേലാണെന്നും ഇസ്രായേലിനെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് സാധിക്കണമെന്നും ഖത്തർ പ്രതിനിധി ഖാനിം അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി UN ജനറൽ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്ര സംഘടനയുടെ താൽക്കാലിക അംഗത്വം നിരസിച്ചുകൊണ്ട് സൗദി അറേബ്യ നടത്തിയ പ്രധാന ആരോപണങ്ങളിലൊന്ന് കൂട്ടനശീകരണായുധങ്ങൾ നിയന്ത്രിക്കുന്നതിൽ UN പരാജയപ്പെട്ടു എന്നായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയും ഗൾഫ് രാജ്യങ്ങളുടെ എതിർപ്പിന് ഇടയാക്കുന്നുണ്ട്. ആണവ റിയാക്ടറുകളിൽ ഉണ്ടായേക്കാവുന്ന ചോർച്ച സമീപ രാജ്യങ്ങളായ സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് ഇതിന് കാരണം. റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ. ഈ വിഷയം ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു ഖത്തറിൽ നിന്നും മാധ്യമപ്രവർത്തകൻ PK നിയാസ്, എമിറേറ്റ്സ് സീനിയർ റിപ്പോർട്ടർ VM സതീഷ് എന്നിവർ, കൂടാതെ വാർത്തയുടെ വിശദാംശങ്ങളുമായ ഖത്തറിൽ നിന്നും മീഡിയ 1 പ്രതിനിധി റമീസ് ചാത്യാറ. ആദ്യം റമീസിലേക്ക്. റമീസ്, UN ജനറൽ അസംബ്ലിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഖത്തർ പ്രതിനിധി വ്യക്തമാക്കിയത്? ഹുസ്ന, 23-ാം തീയതി നടന്ന UN ജനറൽ അസംബ്ലി ചർച്ചയിൽ ഖത്തറിന് വേണ്ടി പങ്കെടുത്തത് അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ആയിരുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചിരുന്നത്. ആണവോർജ്ജത്തെ തങ്ങൾ ഒരിക്കലും എതിർക്കുന്നില്ലെന്നും ആണവ ആയുധങ്ങളാണ് എതിർക്കപ്പെടേണ്ടതെന്നുമാണ് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആണവ കരാറിൽ ഒപ്പുവെക്കാത്ത ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിലെ ലോകരാജ്യങ്ങൾ മുൻകൈയെടുത്തുകൊണ്ട് ആ ഒരു ഒപ്പുവെക്കുന്ന നടപടിയിലേക്ക് കൊണ്ടുവരണം എന്നുമായിരുന്നു അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ച മറ്റൊരു കാര്യം. രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളാണ് രക്ഷാസമിതിയിലെ സ്ഥിരം അംഗങ്ങളായ രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി മറ്റു രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളും ഇതിനൊപ്പം ചേരണമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചിരുന്നു. റമീസ്, ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് ഖത്തർ. എന്നിട്ടും ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കാൻ ഖത്തർ മുന്നോട്ട് വന്നിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ നിലപാടിനെ? നമുക്കറിയാം, പല മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട്, അറബ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും ഇസ്രായേൽ വിരുദ്ധ നിലപാട് എടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഖത്തർ. ഏറ്റവും അവസാനം തന്നെ ഫലസ്തീൻ ഗസ വിഷയത്തിൽ ഇസ്രായേലിനെതിരെയായിരുന്നു ഖത്തറിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാട് ആണ് എന്ന് നമുക്ക് കരുതാമെങ്കിലും ആണവായുധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ആണവ ആയുധങ്ങളെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആണവ ഊർജ്ജത്തെ സംബന്ധിച്ചുള്ള ആണവോർജ്ജവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉൽപാദനവും എല്ലാം അവർ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഹുസ്ന, യെസ് റമീസ്, ലൈനിൽ തുടരുക. ഇപ്പോൾ ഖത്തറിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ PK നിയാസ് ചേരുന്നു. PK നിയാസ്, ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടാണ് ഖത്തർ UN-ൽ സ്വീകരിച്ചത്. എങ്ങനെയാണ് ഈ നിലപാടിനെ നോക്കിക്കാണുന്നത്?
ഖത്തർ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞ നേരത്തെ? എനിക്ക് സംശയമുണ്ട്. ഖത്തറും ഇസ്രായേലും തമ്മിൽ യാതൊരു നയതന്ത്ര ബന്ധവുമില്ല. അറബ് ലോകത്ത് നയതന്ത്ര ബന്ധം ഇസ്രായേലുമായുള്ള രാജ്യം ഈജിപ്തും അതുപോലെ തന്നെ മൊറോക്കോയും ജോർദാനും മാത്രമാണ്. അപ്പൊ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ നേരത്തെയുള്ളൊരു സമീപനമുണ്ട്. ആ സമീപനം ശക്തമായിട്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഖത്തർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച UN അസംബ്ലിയിൽ UAEയും ഇതുപോലെയുള്ള നിലപാട് ശക്തമായി പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് NPT അഥവാ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി 1968 ഒപ്പിടാൻ 1970 നിലവിൽ വന്ന ട്രീറ്റിയാണ്. ആ ട്രീറ്റിയിൽ ഒപ്പിടാത്ത മിഡിൽ ഈസ്റ്റിലെ ഏക രാജ്യം ഇസ്രായേലാണ്. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ ഇപ്പോൾ നോർത്ത് കൊറിയ പൂർണ്ണമായി പിൻവാങ്ങി. നേരത്തെ ഒപ്പിട്ട് പിന്നീട് പിൻവാങ്ങി. അതുപോലെ ഇപ്പോഴും ഒപ്പിടാത്ത മറ്റു രാജ്യം സൗത്ത് സുഡാനാണ്. അത് പുതിയ രാജ്യമാണ്. UN മെമ്പർഷിപ്പ് കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അണുവായുധങ്ങളുടെ മുകളിൽ അടയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ അണുവായുധം ഉണ്ടെന്നോ ഇല്ലെന്നോ വ്യക്തമാക്കാതെ ഒരു ആംബിഗ്വിറ്റി അവർ ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഷിമോൺ പെരസ്, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ആണവ പരിപാടികളുടെ ഉപജ്ഞാതാവ് ആയി അറിയപ്പെടുന്നത്. അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കിയത് ഇസ്രായേൽ ആ നിലപാട് തുടരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പക്കൽ ആണവായുധമുണ്ട്, അതെല്ലാവർക്കും അറിയാം. 100 മുതൽ 400 വരെ അണുവായുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഇസ്രായേലി ആണവ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന മൊർദേഷായി വനൂനു, അദ്ദേഹം ഇസ്രായേലിന്റെ ഡിമോണ റിയാക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇസ്രായേലിന്റെ ഈ നിലപാട്, അതായത് നശീകരണ ആയുധങ്ങളും അണുവായുധങ്ങളും ആർജിച്ച് ലോകത്തെ വെല്ലുവിളിക്കുന്ന ഇസ്രായേലിന്റെ ആ രീതി, അവിടെ ജോലി ചെയ്ത ആ റിയാക്ടറിൽ ജോലി ചെയ്ത വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടായി. 1956 ലണ്ടനിലെ ബ്രിട്ടനിലെ സൺഡേ ടൈംസ് പത്രം വലിയൊരു തലക്കെട്ടുകൊണ്ട് അദ്ദേഹം ഇന്റർവ്യൂ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം ഒരുപാട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ ഇസ്രായേലിന്റെ കയ്യിലുള്ള ആണവായുധങ്ങളുടെ ഭീകര വ്യക്തമാക്കുന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഇസ്രായേലികൾ വളരെ തന്ത്രപരമായിട്ട് ഇറ്റലിയിൽ വെച്ച് പിടികൂടുകയും അങ്ങനെ 18 വർഷം അദ്ദേഹം ഇസ്രായേലി തടവറകളിൽ ക്രൂരമായ പീഡനത്തിനിരയാവുകയും ചെയ്തു. 2002 മറ്റാണ് അദ്ദേഹം മോചിതനായത്. പിന്നെയും അദ്ദേഹത്തിന് ഒരുപാട് കേസുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടെന്നത് ലോകം അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരിക്കലും വ്യക്തമാണ് ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ള കാര്യം ലോകത്തിന് വ്യക്തമാണ്. എന്നിട്ട് കൂടി മറ്റു പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരുന്നില്ല? പ്രത്യേകിച്ച് സൗദി, ബഹ്റൈൻ പോലുള്ള രാഷ്ട്രങ്ങൾ അങ്ങനെ നിലപാട് സ്വീകരിച്ചില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അറബ് രാജ്യങ്ങൾ, പൊതുവെ മുസ്ലിം രാജ്യങ്ങൾ ഒക്കെ തന്നെ ഒരുപാട് കാലമായിട്ട് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെ വോയിസ് ഒറ്റപ്പെട്ടു പോകുന്നു. അതിന് പ്രധാന കാരണം അമേരിക്ക ഇസ്രായേലിന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിനെതിരെയുള്ള ഏത് നിലപാടുകളെയും അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഏറ്റവും ഒടുവിൽ ഈ എക്സ്പേർട്സുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ടെന്നാണ്. 1969 മറ്റോ ഒരു രഹസ്യ ധാരണയുണ്ട്. ആ രഹസ്യധാരണ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ അണുവായുധങ്ങളെ കുറിച്ച് ഒരു നിലക്കും അമേരിക്ക പ്രതികരിക്കുകയില്ല എന്നും അണുവായുധ നിരോധന കരാറുകളിൽ ഒപ്പിടാൻ ഇസ്രായേലിനെ അമേരിക്ക നിർബന്ധിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേ അമേരിക്ക ഇറാന്റെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും മറ്റൊരു രാജ്യം ആണവായുധങ്ങളുമായി അല്ലെങ്കിൽ അതുമായി അണുപദ്ധതികളുമായി ബന്ധപ്പെട്ട് അതും എനർജിയുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളുമായിട്ട് നീങ്ങുമ്പോൾ അതിനെതിരെ ശക്തിയായ നിലപാട് സ്വീകരിക്കുക, പ്രത്യേകിച്ച് ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനവും നടത്തിയുണ്ടായി. ഇപ്പോഴേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അണുവായുധ നിർവ്യാപന കരാർ മാത്രമല്ല രാസായുധ കരാറിലും ഒപ്പിടാത്ത രാജ്യമാണ് ഇസ്രായേൽ. കാരണം രാസായുധ വെപ്പൺ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സിറിയയുടെ രാസായുധ പ്രയോഗത്തിന്റെ പേരിൽ സിറിയക്കെതിരെ യുദ്ധമുഖത്ത് എത്തിയപ്പോഴാണല്ലോ റഷ്യ ഇടപെട്ടിട്ട് സിറിയയുടെ രാസായുധം നശിപ്പിക്കാനുള്ള കരാറ് എത്തിയത്. എന്നിട്ട് പോലും ഇസ്രായേലിനെ ഒപ്പിടാതെ നിർബന്ധിക്കുന്നില്ല. ഒപ്പിടാത്ത 4 രാജ്യങ്ങളൊന്നും ഇസ്രായേലാണ്. അപ്പോൾ NPTയിലും അതുപോലെ തന്നെ രാസായുധ നിർമ്മാർജ്ജന കരാറിലും ഒപ്പിടാത്ത ഏക രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെതിരെ ലോകത്ത് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിന്റെ ആണവ റിയാക്ടർ അല്ലെങ്കിൽ അണുവായുധങ്ങൾ സംഭാവന ചെയ്ത, അല്ലെങ്കിൽ അത് ഇസ്രായേലിന്റെ നെവാദയിലെ ആ റിയാക്ടർ പണിയാൻ എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഫ്രാൻസ് ഉൾപ്പെടെ രാജ്യങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായ മൗനമാണ് പാലിക്കുന്നതെന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. യെസ് നിയാസ്, വ്യക്തമാണ്. താങ്കൾ ലൈനിൽ തുടരുക. VM സതീഷിലേക്ക്.
സതീഷ്, ഇസ്രായേലിലെ ആണവായുധങ്ങളെ കുറിച്ച് ലോകത്തിന് വ്യക്തമാണ്. എങ്കിൽ കൂടി ഈ ആണവായുധങ്ങളുടെ പേരിൽ എന്നും പഴി കേൾക്കുന്ന രാജ്യം ഇറാനാണ്. വിദേശ ശക്തികൾ എന്നും പഴിചാരുന്നത് ഇറാനെയാണ്. ഇതിലെ രാഷ്ട്രീയം എന്താണ്? നമ്മളെ സുഹൃത്ത് നിയാസ് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഇസ്രായേലിന്റെ കാര്യം വളരെ കറക്റ്റാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നമുക്കറിയാം, ഇന്ന് രണ്ട് രാജ്യങ്ങൾ ഇറാനെയും സിറിയയെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രയേൽ ലോബി വളരെ ശക്തമായിട്ടുള്ള പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയുടെ മുകളിൽ. ഇസ്രയേൽ മാത്രമല്ല, മറ്റു ചില രാജ്യങ്ങളും ഇറാനെ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് നിർത്തിവെക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക, അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതാക്കുക, ഈവൻ അവരുടെ പീസ്ഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ പ്രോഗ്രാംസ് നിർത്താൻ വേണ്ടിയിട്ട് ഇസ്രയേൽ നേരിട്ട് പോയി ആക്രമിക്കുമെന്നും അമേരിക്ക വഴി ആക്രമിക്കുമെന്നും വളരെ വിശദമായിട്ടുള്ള മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഒബാമയുടെ ഒരു ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു നയമാറ്റം പോലെ ഇറാനുമായിട്ട് ഇച്ചിലൂടെ ഫ്രണ്ട്ലി അല്ലെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം, നെഗോഷിയേഷൻ വഴി ഇറാനെ വരുതിക്ക് വരുത്താം എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ സംഭവങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ സീറ്റ് റിജക്ട് ചെയ്തതും അല്ലെ, അതുപോലുള്ള ഈ പറഞ്ഞ ഇപ്പം ഇസ്രയേലിന്റെ മിഡിൽ ഈസ്റ്റിലെ മൊത്തം ഈ പറഞ്ഞ ആണവ വ്യാപനത്തെ കുറിച്ചിട്ടുള്ള വലിയൊരു വിശദമായ ചർച്ച മാധ്യമങ്ങളിൽ വരാൻ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇൻഡയറക്ട്ലി ഇറാനെ വീണ്ടും പ്രഷറൈസ് ചെയ്യുക എന്നുള്ളൊരു തന്ത്രമുണ്ട്. അത് ഏത് രാജ്യം, അമേരിക്കയ്ക്ക് ആരുടെ താല്പര്യമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇറാൻ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമാണ് നടത്തുന്നതെന്ന് അവർ വേൾഡിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ രാജ്യത്തെ പോയി അറ്റാക്ക് ചെയ്ത് അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിരുന്നവർക്ക് ജൂയിഷ് ലോബി, അമേരിക്കയിലെ ജൂയിഷ് ലോബി, അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നൊരു ലോബിയാണ്. അവർക്ക് താല്പര്യം ഈ ഒരു യുദ്ധ കാഹളം മുഴക്കുക, അല്ലെങ്കിൽ സിറിയയിൽ പോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു നയമായിരുന്നു അവരുടേത്. അത് പെട്ടെന്ന് ഇപ്പോഴത്തെ ലോക വ്യവസ്ഥയിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ യുദ്ധത്തിൽ പോകാനുള്ളൊരു ഒരു ലെജിറ്റിമസി ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഈ പറഞ്ഞ സ്നോഡന്റെ ഒരു വെളിപ്പെടുത്തലിലെ 125 ബില്യൺ ഫോൺ കോളുകളാണ് അവർ ടാപ്പ് ചെയ്തിരിക്കുന്നു പറയുന്നത്. അത് ഇന്റലിജൻസ് ഏജൻസി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏജൻസികൾ കൂടി ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ഈവൻ അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അലൈസ് ജർമ്മനി, ഫ്രാൻസ് മുതലായുള്ള അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിന്റെ പേരെ മൊബൈൽ ഫോണുകൾ ടാപ്പ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ട് അമേരിക്ക വളരെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീണ്ടും ഒരു മിലിറ്ററി അറ്റാക്ക് ഇറാനെതിരെ അല്ലെ സിറിയക്കെതിരെ കൊണ്ടുവരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ന്യൂക്ലിയർ വെപ്പൺസിന്റെ കാര്യം പറഞ്ഞിട്ട് ഇസ്രയേലിന്റെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഈവൻ അവരുടെ അമേരിക്കയിലെ ഒരു ന്യൂക്ലിയർ പ്ലാന്റിൽ നിന്നും അവിടെ മോഷ്ടിച്ചുകൊണ്ട് വന്ന ഒരു യുറേനിയമാണ് ആദ്യമായിട്ട് ഇസ്രായേൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം 500 പുതിയ ന്യൂക്ലിയർ റിയാക്ടറുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നതും അണ്ടർ കൺസ്ട്രക്ഷനും അല്ലെ അണ്ടർ പ്ലാനിങ്ങിലുള്ള 500 പുതിയ ന്യൂക്ലിയർ പ്ലാന്റുകളാണ് ഉണ്ടാകാനായിട്ടുള്ള പദ്ധതി. അതേസമയം നമുക്കറിയാം ജപ്പാനിലെ ഇപ്പോഴത്തെ ആ ആക്സിഡന്റിന് ശേഷം അവിടെ ജനങ്ങള് വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ന്യൂക്ലിയർ എനർജിക്കെതിരെ ലോകത്ത് മൊത്തം ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അതിനെതിരെ അതിന്റെ ഡിസാസ്റ്റർ നമുക്ക് നേരിട്ട് പല ഇതിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് 500 പുതിയ ന്യൂക്ലിയർ പ്ലാന്റുകൾ വരുന്നത്. അതിൽ 16 സൗദി അറേബ്യയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ സൗദി അറേബ്യ $80-100 ബില്യൺ ഇതിനു വേണ്ടി ഇയർമാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് UAE-യിലെ 2 വലിയ പ്ലാന്റുകൾ വരുന്നതൊക്കെ പീസ്ഫുൾ ന്യൂക്ലിയർ പർപ്പസിന് ആണെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഈ പറഞ്ഞ ആയുധവൽക്കരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ മിലിറ്ററൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുമ്പ് ഇറാഖിനെ ആക്രമിക്കാനായി അമേരിക്ക കണ്ടെത്തിയ ഒരു കാരണം പോലെ ഈ ആണവായുധങ്ങൾ ഉണ്ടെന്ന പേരിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക കണ്ടെത്തുന്ന ഒരു കാരണം, ആ കാരണമായി ഇതിനെ കാണാമോ? ആ ഒരു കാരണം ഇപ്പോൾ അവര് ഡിപ്ലോമാറ്റിക്കലി ഈ പറഞ്ഞ ഇറാനും അമേരിക്കയും മറ്റേ ജനീവയിൽ 6 പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സ്റ്റേറ്റുകളുമായി ഇറാൻ ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച നടത്തുകയുണ്ടായി. അത് രീതിയിൽ അവർ വളരെ പീസ്ഫുൾ ആയിട്ട് അവർക്ക് എനർജി പീസ്ഫുൾ ആയിട്ടുള്ള യൂസിന് വേണ്ടി ന്യൂക്ലിയർ എനർജി ഡെവലപ്പ് ചെയ്യുന്നതിന് അവർക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അമേരിക്കയും മറ്റുള്ള സ്റ്റാൻഡ് എടുത്തത്. അത് ഇസ്രയേലിനെ അല്ലെങ്കിൽ മറ്റുള്ള റീജിയണിലുള്ള രാജ്യങ്ങൾക്ക്
അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇറാനോ യാതൊരു രീതിയിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെ യുറേനിയം അവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഒരു അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ പ്ലാന്റും പാടില്ല. അതായത് യുറേനിയം വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബഹിരാഷ്ട്ര കുത്തകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു വലിയൊരു വ്യവസായം കൂടിയാണ്. അമേരിക്കയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളൊരു സമയമാണ്. അവിടെ വെസ്റ്റിംഗ് ഹൗസ് എന്ന് പറയുന്ന ഒരു കമ്പനി ലോകത്തുള്ള 50% ന്യൂക്ലിയർ റിയാക്ടറുകളുടെയും അവരുടെ ബേസിലുള്ള ന്യൂക്ലിയർ റിയാക്ടർ, അത് വലിയൊരു ബിസിനസ്സാണ്. നമുക്കറിയാം യുഎയിലെ 2 ന്യൂക്ലിയർ റിയാക്ടറിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ $40-50 ബില്യൺ. സൗദിയിലെ $100. അതുപോലെ ഇവിടെ ടർക്കി, ഇറാന്, ജോർദാന്, ഈജിപ്ത് എന്നീ രാജ്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റുകൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് ഇറാൻ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു കോൺസിക്വൻസ് ആയിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ആയുധ കമ്പനികളും അവരൊക്കെ അത് പ്രോത്സാഹിപ്പിക്കുക. അവർക്കത് ബിസിനസ്സാണ്. അത് അവരുടെ വലിയൊരു ബിഗ് ബിസിനസ്സാണ്. ഇന്ത്യയിൽ തന്നെ 18 പുതിയ ന്യൂക്ലിയർ റിയാക്ടറുകളാണ് ഈ പറഞ്ഞ വെസ്റ്റിംഗ് ഹൗസിന്റെ പേരിൽ നടക്കാൻ. ഗുജറാത്തിലടക്കം അതിനുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത് വലിയൊരു ബിസിനസ്സാണ്. വ്യക്തമാണ്. ശ്രീ നിയാസ്, VM സതീഷ് സൂചിപ്പിച്ചതുപോലെ ശക്തമായ ആണവായുധങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ പക്കലുള്ളത്. ഏകദേശം പ്രത്യക്ഷത്തിൽ 4000-ഓളം ആണവ ബോംബുകളാണ് അമേരിക്കയുടെ പക്കൽ. 300 എണ്ണത്തോളം തന്നെ ഇസ്രായേലിന്റെ പക്കലുമുണ്ട്. എന്നിട്ടും അവയുടെ ആണവ കേന്ദ്രങ്ങളൊന്നും പ്രതിസ്ഥാനത്താക്കാതെ ഇറാനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിലെ രാഷ്ട്രീയം എന്താണ്? ഇവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മിഡിൽ ഈസ്റ്റിനെ ആണവമുക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ അതിൽ കൊണ്ടുവരുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം മേഖലയിൽ ഏറ്റവും വലിയ ഭീഷണി യഥാർത്ഥ ഇസ്രായേലാണ്. ഇസ്രായേല് സ്വയം ആണവായുധങ്ങൾ ആർജിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾ അത്തരത്തിലെ ഒരു വഴിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെ ശക്തമായി ആക്രമിക്കുവാൻ നിലപാടും ഇസ്രായേൽ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1981 ഇറാഖിലെ ഓസിറാഖ് ആണവ നിലയം അത് ശൈശവ ദശയിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേല് പോർ വിമാനങ്ങൾ പോയി ബോംബിട്ട് തകർത്തത്. അതുപോലെ തന്നെ 2 വർഷം മുമ്പ് സിറിയയിലും ഇതുപോലെ സിറിയയുടെ അണുവായുധ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില കേന്ദ്രങ്ങളെ ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിക്കുകയുണ്ടായി. അതേപോലൊരു ബോംബിങ് ഇറാനെതിരെയും അവർ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് ഇസ്രായേലിന് അറിയാം. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഇസ്രായേലിന് ഈ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിന്റെ എല്ലാവിധ ആയുധങ്ങളും കൂമ്പാരങ്ങളും വാങ്ങിക്കൂട്ടുവാൻ അല്ലെങ്കിൽ ആർജിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ഭീഷണിയൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണവായുധങ്ങൾ ഇല്ലാതെ തന്നെ ഇസ്രായേലിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ സാധാരണ കൺവെൻഷണൽ വെപ്പൺസ് ഉപയോഗിച്ച് മാത്രം മതി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ മതിയായതാണെന്ന് പല വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ആണവായുധങ്ങൾ അതുപോലെ രാസായുധം ഇസ്രായേലിന് ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും ഇസ്രായേലിന്റെ ഭീഷണി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ഇറാൻ ഉൾപ്പെടെ രാജ്യങ്ങൾ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനെ സ്വീകരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇസ്രായേലിന് ഭീഷണിയാണെന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ NPT-യിലും അതുപോലെ തന്നെ രാസായുധ നിർമ്മാർജ്ജന കരാറും ഒക്കെ ഒപ്പിട്ട രാജ്യമാണ്. അതേസമയം ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉള്ള ഈജിപ്ത് യഥാർത്ഥത്തിൽ NPT-യിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും രാസായുധ നിർമ്മാർജ്ജന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. അപ്പൊ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ, അതായത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് ഇസ്രായേല് ഇങ്ങനെ ആയുധങ്ങൾ, അത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ്, ഇസ്രായേലിന് മാത്രമല്ല ഇസ്രായേലിന്റെ എല്ലാവിധ ധിക്കാരങ്ങൾക്കും അനുകൂലമായ നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നുണ്ട്. അമേരിക്കയാണ് ലോകത്ത് ഏറ്റവും അധികം അമേരിക്കൻ സാമ്പത്തിക സഹായം, അത് എല്ലാ രംഗത്തും പ്രത്യേകിച്ച് മിലിറ്ററി മേഖലയിൽ, സൈനിക മേഖലയിൽ ശക്തമായ അമേരിക്കൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ലോകരാജ്യങ്ങൾ 1ാമത്തെ സ്ഥാനം ഇസ്രായേലാണ് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയം അവിടെ നിലനിൽക്കുകയും എന്നാൽ യഥാർത്ഥ ശത്രുവിന് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭീഷണിയായ ലോകത്ത്, അതായത് മിഡിൽ ഈസ്റ്റിലെ ചട്ടമ്പി രാജ്യം എന്നാണ് ഇസ്രായേൽ അറിയപ്പെടുന്നത്. കാരണം അവര് ഒരുപാട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇനിയും അവർ സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇസ്രായേലിനെ തടയുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, പലപ്പോഴും പല രാജ്യങ്ങളിൽ അയൽ രാജ്യങ്ങളിൽ അതിക്രമിച്ചു കടന്ന് ഇപ്പോഴും ലെബനാനിലെ എയർ സ്പേസ്, മിക്കപ്പോഴും എല്ലാ ദിവസവും കേൾക്കുന്ന വാർത്തയാണ് ലെബനാന്റെ വ്യോമ മേഖല എയർ സ്പേസ് ഇസ്രായേൽ ലംഘിച്ചു വന്നത്. മിക്കവാറും എല്ലാ ദിവസവും വാർത്താ അടിക്കുന്ന ഒരു ന്യൂസാണത്. പക്ഷെ എന്ത് നടപടി എടുക്കുന്നത്? അവിടെ UN-ന്റെ നിരീക്ഷണ സേനയുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും ഇസ്രായേൽ നിരന്തരം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഗസ എന്ന് പറയുന്നത് ഇസ്രായേലിന് എപ്പോഴും കയറി ചെല്ലാവുന്ന
പോർ വിമാനങ്ങളുമായി അറ്റാക്ക് ചെയ്യാവുന്ന ഒരു തുറന്ന ജയിലായിട്ട് ഗസ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇറാനെതിരെ പോലും പ്രതിഷേധമുയർത്തുന്ന അറബ് രാഷ്ട്രങ്ങൾ, പല അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകുന്നില്ല. UN-ലെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം നിഷേധിച്ചുകൊണ്ട് സൗദി പറഞ്ഞത് സിറിയൻ പ്രശ്നം പരിഹരിക്കുന്നതിൽ UN പരാജയപ്പെട്ടു എന്നാണ്. കൂടാതെ മറ്റൊരു കാര്യം സൗദി പറഞ്ഞത് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാനും UN സാധിച്ചില്ല എന്നാണ്. എങ്കിൽ കൂടി അതിൽ ഇസ്രായേലിനെതിരെ ശക്തമായൊരു ഭാഷ ഉണ്ടായിരുന്നില്ല സൗദിക്ക്. എന്തുകൊണ്ടാണത്? തീർച്ചയായും പറഞ്ഞതിൽ ശരിയുണ്ട്. ഇറാനെതിരെയുള്ള നീക്കം, അതിന്റെ ഒരു ചെറിയൊരു അംശം പോലും ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷെ അവർ പ്രസ്താവന നടത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇറാനാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് അവർ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും അടുത്ത്, ഭൂമിശാസ്ത്രപരമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇറാന്റെ കയ്യിൽ ഒരു അണുവായുധം വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെ പൊതുവെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണകൂടങ്ങൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുവാൻ ഇറാൻ മുന്നോട്ട് വരുമെന്ന് ഉള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇസ്രായേലിനെതിരെ ഉയരേണ്ട രോഷം അല്ലെങ്കിൽ ശക്തമായി ഇസ്രായേലിനെ പ്രതിഷേധിക്കേണ്ട ആ പ്രതിഷേധത്തെക്കാൾ കൂടുതൽ ഇറാനെതിരാണ് അവർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും UN പല രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE ആണ് ഏറ്റവും ശക്തമായിട്ട് ഇറാൻ അണുവായുധം ആർജിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങൾക്കും ഭയമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ വീണ്ടും വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പുതിയ ഭരണാധികാരി ഹസൻ റോഹാനി, അദ്ദേഹം വളരെ ശക്തമായി, അതായത് മുൻ ഭരണാധികാരിയുടെ വ്യത്യസ്തമായി, അഹമ്മദിനാഥ് വ്യത്യസ്തമായി അദ്ദേഹം ഒരു പീസ്ഫുൾ ലൈൻ സ്വീകരിച്ചു. ചർച്ച നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അത് 20% കണ്ട് കുറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വൻ ശക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇറാൻ മാറണം. ഇറാൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ട്. ഇറാൻ ആണവായുധം വാങ്ങുന്നത് മറ്റു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കും എന്നൊരു വാദം കൂടിയുണ്ട്. ഇതിനു പിന്നിലെ വസ്തുത എത്രത്തോളമുണ്ട്? റമീസ്, കേൾക്കാമോ? ഇറാൻ ആണവായുധം വാങ്ങുന്നത് മറ്റു അയൽ രാജ്യങ്ങളെ കൂടി പ്രേരിപ്പിക്കും എന്നൊരു വാദം ഉയരുന്നുണ്ട്. ഈ വാദത്തിൽ എത്രത്തോളം വസ്തുതയുണ്ട്? തീർച്ചയായും. അതായത് സമീപ രാഷ്ട്രങ്ങളിൽ ഇറാൻ ആണവായുധം വാങ്ങുകയാണെങ്കിൽ ഉടൻ തന്നെ സൗദി അറേബ്യ ആണവായുധങ്ങൾ ശേഖരിക്കാനും അത് ഉണ്ടാക്കാനുമുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന വാർത്ത തന്നെയായിരുന്നു നേരത്തെ മാധ്യമങ്ങളിൽ നിലനിന്നിരുന്നത്. സൗദിയുടെ ഭാഗത്ത് നിന്ന് വന്ന വാർത്തകളിൽ അത്തരം വാർത്തകൾ നിറഞ്ഞിരുന്നിരുന്നു. അത് മാത്രമല്ല, ഇറാൻ അത്തരം ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം UN-ന്റെ തന്നെ അംഗങ്ങൾ സ്ഥിരം ഇറാനിലുള്ള ആണവ റിയാക്ടറുകൾ സന്ദർശിക്കുകയും അവർ കൃത്യമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ആണവായുധങ്ങൾ നിർമ്മിക്കണമെങ്കിൽ യുറേനിയം 80% സമ്പുഷ്ടീകരിക്കേണ്ടതുണ്ട്. പക്ഷേ UN-ന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാനിൽ ഇപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന 20% മാത്രമാണ്. ഈ 20% സമ്പുഷ്ടീകരണം കൊണ്ട് ഒരു തരത്തിലും ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആണവ ആയുധങ്ങൾ ഉണ്ട് എന്നതിന് പ്രത്യക്ഷമായിട്ടുള്ള യാതൊരു തെളിവും ഇതുവരെ വരാത്ത സ്ഥിതിക്ക്, എന്നാൽ ഇറാനിൽ അത്തരം ഒരു ആണവായുധങ്ങൾ ഉണ്ട് എന്നൊരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയൽ രാജ്യങ്ങൾ അത് ഭയക്കുകയും അവരും കൂടുതൽ ആണവായുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും എന്ന് തന്നെയാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ് രമേശ്, വ്യക്തമാണ്. VM സതീഷിലേക്ക്. VM സതീഷ്, സൗദി ഇറാനെ എതിർക്കുന്നതിന് പിന്നിലെ സുന്നി ഷിയ രാഷ്ട്രീയം എന്താണ്? അത് നമുക്ക് അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ പറഞ്ഞ പാലസ്തീന്റെ ഒരു പ്രശ്നം നമുക്കറിയാം. ഇപ്പം സൗദി പറഞ്ഞ ഒരു കാര്യം, പാലസ്തീൻ പ്രശ്നവും സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം യാസർ അറാഫത്ത് 2004 നവംബർ 11 മരിക്കുന്നത് ഈ പറഞ്ഞ ന്യൂക്ലിയർ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊണ്ടുള്ള പോയിസൺ കൊണ്ടാണെന്നും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെവലേഷൻസ്, അന്ന് ഒരു നാച്ചുറൽ ഡെത്ത് അല്ലെങ്കിൽ ഒരു ഫുഡ് പോയിസണിങ് ഡെത്ത് ആണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയിരുന്ന ആ ഒരു സംഭവം ഇസ്രയേലിന്റെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലായ പൊളോണിയം 210 എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് അദ്ദേഹത്തെ മർഡർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതെന്ന് പറയാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫൈൻഡിങ്സ്. അപ്പം അതിന്റെ അർത്ഥം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് വളരെ ക്ലിയറാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ ന്യൂക്ലിയർ മെറ്റീരിയല് ഒരു രാജ്യത്തിനും കിട്ടത്തില്ല. അപ്പം ഈ പറഞ്ഞ യാസർ അറാഫത്തിനെ മർഡർ ചെയ്തത് ആ ഒരു ഇത് ഉപയോഗിച്ചാണ്.
ഇപ്പൊ ഈ സൗദി ഈ നല്ല ഗൾഫിലെ രാജ്യങ്ങളൊക്കെ ഈ പറഞ്ഞ പാലസ്തീന്റെ പ്രശ്നം 20 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൊല്യൂഷനും ഇല്ലാതെ ഇപ്പോഴും ഇസ്രയേൽ അവിടുത്തെ ഡിമോളിഷനും അവിടുത്തെ ആക്രമണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ജാസ്മിൻ റെവല്യൂഷൻ അല്ലെ മുല്ലപ്പൂ വിപ്ലവത്തിലെ എത്രയോ രാജ്യങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടായത്. പക്ഷേ അതൊന്നും നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് അത്ര വെൽക്കം ആയിട്ടുള്ള ഒരു ഇതല്ല. ഈ പറഞ്ഞ ജാസ്മിൻ റെവല്യൂഷന് മറ്റു രാജ്യങ്ങൾ ഈജിപ്തിലെ സംഭവങ്ങള് ടുണീഷ്യ അതുപോലുള്ള രാജ്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങള് ഈ ലിബിയ ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളിലെ മാറ്റങ്ങള് ഇവിടുത്തെ എല്ലാ ഭരണാധികാരികൾക്കും അത് അത്ര സ്വീകാര്യമായി തോന്നത്തില്ല. കാരണം ജനാധിപത്യം ഇല്ലാത്ത രാഷ്ട്രങ്ങളായതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു അതിനെക്കുറിച്ചുള്ള വരിയുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഇറാനെതിരെയുള്ള ഈ പറഞ്ഞ ഷിയ സുന്നി എന്നുള്ളൊരു പ്രശ്നം അത് നമുക്കറിയാം, പണ്ട് മുതലേ അറിയാം. ഇറാനിലെ മാത്രമാണ് ഷിയ ഭരണവും ഷിയ ഗ്രൂപ്പ് ഭരിക്കുന്ന ഒരു രാജ്യം ഇറാൻ മാത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ സുന്നി റൂളേഴ്സാണ്. പക്ഷെ അവിടെയൊക്കെ കൺട്രോളബിൾ ആയിട്ടുള്ള ഷിയ പോപ്പുലേഷൻ ഉണ്ട്. ബഹ്റൈനിൽ നിന്ന് നടന്നിട്ടുള്ള ആ പറഞ്ഞ ആക്രമണ സംഭവങ്ങളില് അതിലെ ഇറാനോട് ബോർഡർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഷിയ പോപ്പുലേഷൻ കൺസിഡറബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആണ്. സൗദിയുടെ ബോർഡറിലും സൗദി ഇറാൻ ബോർഡറിലും ഷിയ പോപ്പുലേഷൻ നല്ല രീതിയിലുള്ള ഒരിതാണ്. അപ്പോൾ അതൊരു വലിയൊരു ലോങ് ടേം ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രോബ്ലമാണ്. അത് ഇറാന്റെ സഹായത്തോടെ ഇവര് അവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ അത് ആ ഒരു ഭീതി ഇന്റൻസിഫൈ ചെയ്യുന്നത് ചിലപ്പം മറ്റുള്ള രാജ്യങ്ങൾ ആ ഒരു ഇത് മുതലെടുക്കുന്നുണ്ടോ എന്നുള്ള എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇസ്രയേൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഈ ശിഥിലീകരണ ശക്തികൾക്ക് ആയുധവും പണവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ CIA അതുപോലുള്ള ഏജൻസികളാണ്. അപ്പൊ ഈ ഒരു ഇതില് ഇപ്പം ഇസ്രയേലിന്റെ സൗദി അറേബ്യയുടെയും ഈ പറഞ്ഞ ഇറാനെതിരെയുള്ള നയത്തിലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അജണ്ട വന്നിരിക്കുകയാണ്. അത് അറിയാതെയാണെന്നറിയാം. ഈ ഇറാന്റെ ന്യൂക്ലിയർ ആയുധ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യണമെന്ന് ഈ രണ്ട് രാജ്യങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുകയാണ്. അപ്പം അതിന് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലെ സൊല്യൂഷൻ കാണുക, അല്ലെങ്കിൽ ഇറാഖിലെ കെമിക്കൽ സിറിയയിലെ കെമിക്കൽ വെപ്പൺസിന് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റബിൾ അല്ലായിരിക്കും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആണവായുധങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. ആണവായുധ നിർവ്യാപന കരാർ നടപ്പിലാക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്ന് ഖത്തർ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇറാനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായി മുന്നോട്ട് വരുന്നില്ല. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് മാധ്യമപ്രവർത്തകൻ PK നിയാസ്, എമിറേറ്റ്സ് സീനിയർ റിപ്പോർട്ടർ VM സതീഷ്, കൂടാതെ ഖത്തറിൽ നിന്നും മീഡിയ വൺ പ്രതിനിധി റമീസ് ചാത്തിയാർ. ഗൾഫ് രാജ്യങ്ങളിൽ ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയ സേവനങ്ങൾക്ക് ഏറ്റവും അധികം തുക ഈടാക്കുന്നത് ഖത്തറാണെന്ന് പഠനം. അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻസ് യൂണിയനാണ് ഇത് സംബന്ധിച്ച പഠനം പുറത്തുവിട്ടത്. ITC പുറത്തുവിട്ട പട്ടികയിൽ ആഗോളതലത്തിൽ ഖത്തറിന് 31ാം സ്ഥാനവും UAEക്ക് 33ാം സ്ഥാനവുമാണുള്ളത്. മീന മേഖലയിൽ പ്രായപൂർത്തിയായവരുടെ ശരാശരി സാമ്പത്തിക നിലയിൽ ഖത്തറിന് 1ാം സ്ഥാനം. ക്രെഡിറ്റ് സ്വിസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ 4ാമത് ആഗോള വാർഷിക സാമ്പത്തിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2013 ആദ്യപാദ കണക്ക് പ്രകാരം ഖത്തറിൽ പ്രായപൂർത്തിയായവരുടെ ശരാശരി സമ്പത്ത് $1,53,294. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2% വർധനമാണ് ഈ വിഷയത്തിലുണ്ടായത്. ഖത്തറിന് തൊട്ടുമുന്നിൽ UAE ആണ്. $1,26,791. UAEയെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4% വർധനമാണ് ഉണ്ടാക്കിയത്. 3ാം സ്ഥാനം കുവൈറ്റിനാണ്. ഒമാന്റെയും ബഹ്റൈൻ്റെയും സമ്പത്തിൽ 2% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന ഈജിപ്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 12% കുറവാണ് പഠനത്തിൽ രേഖപ്പെടുത്തിയത്. റമീസ് ചാത്തിയാർ, മീഡിയ വൺ, ദോഹ. ഷാർജയിൽ വാഹനാപകട നിരക്കിൽ 10% മുകളിൽ കുറവ് വന്നതായി അധികൃതർ പറഞ്ഞു. അപകട മരണനിരക്കിൽ 9% കുറവും രേഖപ്പെടുത്തി. ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരമാണിത്. ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഈ കുറവിന് കാരണമായതെന്ന് ഷാർജ പോലീസിലെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ ബ്രിഗേഡിയർ അബ്ദുള്ള മുബാറക് അൽ ദുഖാൻ പറഞ്ഞു. രാത്രി പകൽ ഭേദമില്ലാതെ തുടരുന്ന വാഹന പരിശോധനകളും റോഡുകളിൽ സ്ഥാപിച്ച സുരക്ഷാ സംവിധാനങ്ങളും അപകട നിരക്ക് കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതോടെ കിഴക്കൻ പ്രവിശ്യയിലെ അൽ അഹ്സ വിമാനത്താവളം അന്താരാഷ്ട്ര പദവിയിലേക്ക്.
എയർ അറേബ്യയുടെ ആദ്യ വിമാനം നവംബർ ആദ്യ വാരത്തിൽ ഷാർജയിലേക്ക് പറക്കും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കും അൽ ഹസയുടെ അന്താരാഷ്ട്ര പദവി അനുഗ്രഹമാകും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വിമാന കമ്പനികൾ അനുമതി തേടിയിട്ടുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വക്താവ് ഖാലിദ് അബ്ദുള്ള അൽ അഖൈബരി പറഞ്ഞു. കൂടാതെ തുർക്കിഷ് എയർലൈൻസിനും അൽ ഹസയിൽ നിന്ന് ഇസ്തംബുളിലേക്ക് അതുവഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പറക്കാൻ പദ്ധതിയുണ്ട്. നീതാഖാത്ത് വ്യവസ്ഥയുടെ ഭാഗമായി സൗദി തൊഴിൽ മന്ത്രാലയം അനുവദിച്ച ഇളവുകാലം അവസാനിക്കുന്നതോടെ തൊഴിൽ സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കും അനുവദിച്ചിരുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും അവസാനിക്കുമെന്ന് തൊഴിൽ സഹമന്ത്രി ഡോക്ടർ മുഫ്രിജ് ബിൻ സായിദ് അൽ ഹഖാനി പറഞ്ഞു. തൊഴിൽ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി പ്രഖ്യാപിക്കുകയും അബ്ദുള്ള രാജാവ് നീട്ടി നൽകുകയും ചെയ്ത ഇളവുകാലം നവംബർ 3-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സഹമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തൊഴിൽ മേഖലയിൽ അബ്ദുള്ള രാജാവ് പ്രഖ്യാപിച്ച ഇളവുകാലം അവസാനിക്കുന്നതോടെ വിദേശ ജോലിക്കാർക്ക് പാർട്ട് ടൈം അനുവദിക്കില്ലെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ ഹിജറ വർഷാരംഭത്തോടെ തുടങ്ങുന്ന തൊഴിൽ പരിശോധനയിൽ സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുന്നത് കുറ്റകരമായി കാണുമെന്നും മക്ക മേഖല ലേബർ ഓഫീസ് മേധാവി അബ്ദുള്ള രാജാവ് അൽ ഉലയാൻ പറഞ്ഞു. ഖത്തറിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകളിലെയും പരിശീലകരെ യോഗ്യതാ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികൾക്ക് ട്രാഫിക് വകുപ്പ് തുടക്കം കുറിച്ചു. ഡ്രൈവിംഗ് പരിശീലനം ലഭിക്കാത്ത ആരെയും പരിശീലകരായി നിശ്ചയിക്കരുതെന്ന് ട്രാഫിക് വകുപ്പ് സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളുടെയും അംഗീകാരം റദ്ദാക്കണമെന്നും ട്രാഫിക് വകുപ്പ് അന്തിമ റിപ്പോർട്ട് നൽകി. നിയമം ലംഘിച്ച് വാഹനമോടിക്കുന്ന ഓരോ വനിതയ്ക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് മേജർ ജനറൽ മൻസൂർ അത്തുർക്കി വ്യക്തമാക്കി. വനിതാ ഡ്രൈവിംഗ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സൗദി തലസ്ഥാനത്ത് ശനിയാഴ്ച നടത്താനിരുന്ന ക്യാമ്പയിന്റെ മുന്നോടിയായാണ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. ഷാർജയിലെ മംസാർ കടലോരത്ത് ഇറച്ചി ചുട്ട നിരവധി പേർക്ക് മുനിസിപ്പാലിറ്റി അധികൃതർ പിഴ ചുമത്തി. 500 ദിർഹമാണ് പിഴ നൽകിയത്. മാസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് അധികൃതർ വിവിധ മാധ്യമങ്ങൾ വഴി നൽകിയിരുന്നു. കടലോരം, ഉദ്യാനങ്ങൾ, വിമാനത്താവളത്തിന് സമീപം എന്നിവിടങ്ങളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും നിയമലംഘനം തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു പിഴ നൽകിയത്. അതേസമയം ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ ഇറച്ചി ചുടുന്നതിന് ഷാർജയിൽ വിലക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ ഇന്ത്യൻ പ്രവാസി അപൂർവ രോഗത്തിനടിപ്പെട്ട് ദുബായിൽ കഷ്ടപ്പെടുന്നു. ഭാര്യയും 2 മക്കളും ഉൾപ്പെടുന്ന കുടുംബം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ്. ദുബായിൽ നിന്നുള്ള റിപ്പോർട്ട്. ദുബായിൽ സ്വന്തമായി ബിസിനസ് നടത്തുകയായിരുന്ന റയീസ് 2 വർഷം മുന്നേ ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ദുബായ് ഹോസ്പിറ്റലിൽ വെച്ച് ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയക്ക് വിധേയനാവുകയായിരുന്നു. ഇതോടെ മുംബൈ സ്വദേശിയായ റയീസിനെ തേടിയെത്തിയത് ജീവിതത്തിലെ കറുത്ത ദിനങ്ങളായിരുന്നു. രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാവുകയും വയറിൽ എപ്പോഴും വെള്ളം നിറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഉദരത്തിൽ വെള്ളം നിറഞ്ഞ് ഇരിക്കാനും നടക്കാനും പറ്റാത്ത അവസ്ഥ, നാഭി ക്രമാതീതമായി വലുതാവുകയും കാണുന്നവർക്ക് പ്രയാസം സൃഷ്ടിക്കും വിധം വികൃതമാവുകയും ചെയ്തു. അപൂർവ രോഗമാണെന്ന് വിധിയെഴുതി ആശുപത്രി അധികൃതർ കൈമലർത്തി. 2 മക്കളും ഭാര്യയും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഇദ്ദേഹം. കിടപ്പിലായതോടെ മക്കളുടെ സ്കൂൾ ഫീ ഉൾപ്പെടെ ജീവിത ചെലവിനായുള്ള എല്ലാ മാർഗവും അടഞ്ഞു. വീട്ടുവാടക കുമിഞ്ഞുകൂടി വീട്ടുടമസ്ഥൻ ഏത് നിമിഷവും റോട്ടിലേക്ക് ഇറക്കിവിടാവുന്ന അവസ്ഥയിലാണുള്ളത്. हमारे बच्चों की ये साल की पूरी फीस बाकी है, हमारे रूम का रेंट बाकी है, हमारे बिजनेस में पूरा लॉस हो गया। हम यहाँ पर 18 साल से हैं, लेकिन अभी हम बहुत मुश्किल में। हम चाहते हैं हमारी कोई हेल्प करे, हमारी कोई मदद करे। बैंक से भी हमने थोड़ा पैसा लिया था, वो भी नहीं दे पा रहे हैं। हमारा ट्रैवल भी बैंड है. ഫീസടക്കാത്തതിന്റെ പേരിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഭീഷണി നേരിടുന്ന അവസ്ഥയാണ് ഈ കുട്ടികൾക്ക്. If we are not paying the fees, so we will not get the result, and if we will not get the result, so we cannot sit in our school. റയീസിന്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും കാലാവധി തീരുകയും ചെയ്തു. ഇതിനു പുറമെ നാട്ടിലെ ബാങ്കിലുള്ള ലോൺ ബാധ്യതയും എല്ലാം കൂടി ഇവരുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ബാങ്കിലെ ലോൺ അടച്ചാൽ നാട്ടിലേക്കെങ്കിലും പോവാമെന്ന് കരുതുന്ന ഈ കുടുംബം കരുണയുള്ളവരുടെ കാലൊച്ചക്ക് കാതോർത്തിരിക്കുകയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ കീഴിൽ ഈ വർഷം ഹജ്ജ് വളണ്ടിയർ സേവനം നിർവഹിച്ചവരുടെ സംഗമം സംഘടിപ്പിച്ചു. ഷറഫിയ ലക്കി ദർബാർ ഹോട്ടലിൽ വെച്ച് നടന്ന സംഗമത്തിൽ ചെയർമാൻ ചെമ്പൻ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ഹാഷിം കോഴിക്കോട്, അൻവർ വടക്കാങ്ങര, ഇസ്മായിൽ നീരാട്, അബ്ദുറഹ്മാൻ വണ്ടൂർ, KT മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. വളണ്ടിയർമാർ ഹജ്ജ് അനുഭവങ്ങൾ പങ്കുവച്ചു. കലാലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായ ഖത്തർ മ്യൂസിയം അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖ മായസയെ തെരഞ്ഞെടുത്തു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ സാനിയുടെ സഹോദരിയായ ഷെയ്ഖ മായസ കഴിഞ്ഞ വർഷം 12ാം സ്ഥാനത്തായിരുന്നു. ഖത്തർ മ്യൂസിയം അതോറിറ്റിക്ക് വേണ്ടി വാർഷിക ഫണ്ടിലേക്ക് പല തവണയായി
$965 മില്യൺ അനുവദിച്ചതാണ് ഷെയ്ഖ മായിസെ ഈ നേട്ടത്തിന് അർഹയാക്കിയതെന്ന് ആർട്ട് റിവ്യൂ എഡിറ്റർ മാർക്ക് രാപ്പോൾട്ട പറഞ്ഞു. ബദൽ ഊർജ്ജ സ്രോതസ്സുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒമാനിലെ ഇബ്ര ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്ര പ്രദർശനം ശ്രദ്ധേയമായി. പ്രദർശനത്തിൽ 200-ലധികം കുട്ടികൾ വിവിധ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു. പരമ്പരാഗത ഊർജ്ജ മേഖലകൾ പ്രതിസന്ധി നേരിടുമ്പോൾ പരീക്ഷിക്കാവുന്ന ബദലുകൾ പരിചയപ്പെടുത്തുന്നതായിരുന്നു ശാസ്ത്ര പ്രദർശനത്തിലെ ശ്രദ്ധേയമായ പ്രൊജക്റ്റുകളെല്ലാം. സൂര്യപ്രകാശം ഉപയോഗിച്ച് വളരെ ലളിതമായി വെള്ളം ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. ആർക്കും നിർമ്മിക്കാവുന്ന സൗരോർജ്ജ കുക്കറാണ് ഇവരുടെ പദ്ധതി. കാന്തശക്തി ഉപയോഗിച്ച് കാറോടിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. ഉപ്പുവെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ഈ കൊച്ചുമിടുക്കികളുടെ പരീക്ഷണം. കാറ്റിൽ നിന്ന് വൈദ്യുതി, മഴവെള്ള സംഭരണം, ബയോഗ്യാസ് നിർമ്മാണം, സൗരോർജ്ജ ഗ്രാമം എന്നിങ്ങനെ കൗതുകം ജനിപ്പിക്കുന്ന നിരവധി പ്രൊജക്റ്റുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ശാസ്ത്രത്തിലെ ഇന്ദ്രജാലങ്ങളും കുട്ടികളുടെ വിഷയമായി. ഇബ്ര ടെക്നിക്കൽ കോളേജ് സ്റ്റുഡന്റ് അഫയേഴ്സ് വിഭാഗം ഡീൻ മാലിക് ഹമദ് അൽ സഖ്വാനിയാണ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഒമാനിലെ ഇബ്രയിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. ജിദ്ദ ഗ്രന്ഥപുരയുടെ ആഭിമുഖ്യത്തിൽ കെ രാഘവൻ മാസ്റ്റർ അനുസ്മരണവും കായലരികത്ത് ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു. ഷറഫിയ അൽ റയാൻ ഇന്റർനാഷണൽ പോളിക്ലിനിക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാധ്യമപ്രവർത്തകൻ COT അസീസ് ഉദ്ഘാടനം ചെയ്തു. മിർസ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ഗാനമേളയ്ക്ക് ജമാൽ പാഷ നേതൃത്വം നൽകി. ദുബൈയിലെ ഇടുക്കി ജില്ലാ പ്രവാസി കൂട്ടായ്മയായ ഇടുക്കി വെൽഫെയർ അസോസിയേഷന്റെ ഈ വർഷത്തെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകനുള്ള അവാർഡ് ഇടുക്കിയിലെ സൂര്യ TV റിപ്പോർട്ടർ ഹൈദർ അലിക്ക് നൽകി. മാധ്യമപ്രവർത്തനത്തിലൂടെ സാമൂഹ്യ രംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. ആദ്യമായാണ് ഇടുക്കി വെൽഫെയർ അസോസിയേഷൻ അവാർഡ് ദാനം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ഇന്ന് ദുബൈയിൽ സംഘടിപ്പിച്ച ഈദ് ഓണം പരിപാടിയിലാണ് അവാർഡ് ദാനം നടന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില ജനങ്ങൾക്കു വേണ്ടി ബോബിയൻ മറഡോണ. ഇന്നത്തെ കറൻസി നിലവാരം UAE ദിർഹം 16.74 രൂപ, സൗദി റിയാൽ 16.4, കുവൈറ്റ് ദിനാർ 218.09, ബഹ്റൈൻ ദിനാർ 162.99, ഖത്തർ റിയാൽ 16.88, ഒമാൻ റിയാൽ 159.49. ജപ്പാനിൽ ഭൂകമ്പം. ഭൂകമ്പത്തിന്റെ തീവ്രത 7.3 രേഖപ്പെടുത്തി. സുരക്ഷാ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫുകുഷിമ ആണവ നിലയത്തിന് സമീപമാണ് ഭൂകമ്പമുണ്ടായതെന്ന് ജിയോളജിക്കൽ സർവേ അധികൃതർ പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സായ് കുമാർ ചേരുന്നു. സായ്, ജപ്പാനിലെ ഭൂകമ്പത്തെക്കുറിച്ച് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഹുസ്ന, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. അല്പം മുമ്പാണ് ഈ വാർത്ത പുറത്തു വന്നത്. ജപ്പാനിൽ 7.3 തീവ്രത രേഖപ്പെടുത്തി ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു എന്നാണ് US ജിയോളജിക്കൽ സർവേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വാർത്തയുമായി ബന്ധപ്പെട്ട് ഭൂകമ്പത്തിന്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിവരം 7.3 തീവ്രതയിൽ ഭൂകമ്പമുണ്ടായി എന്ന് തന്നെയാണ്. ഇപ്പോൾ ഹോൻഷ്യു മേഖലയിൽ, അതായത് ടോക്കിയോ നഗരത്തിൽ നിന്ന് 480 കിലോമീറ്റർ അകലെയുള്ള ഹോൻഷ്യു മേഖലയിൽ ജിയോളജിക്കൽ സർവേ വിഭാഗം സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറെ ഭയപ്പെടേണ്ട കാര്യം ഫുകുഷിമ ആണവ നിലയത്തിൽ, അതായത് 2011 ഭൂകമ്പമുണ്ടായി ഏറെ ദുരന്തം വിതച്ച ഫുകുഷിമ ആണവ നിലയത്തിന് സമീപമാണ് ഇത് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു തീവ്രത തന്നെയാണ് 7.3. മുൻപ് അത് 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായപ്പോഴാണ് ഏറെ ദുരന്തം വിതച്ചത്. അതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പ് തന്നെ ഈ മേഖലയിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് തന്നെയായാലും 7.3 തീവ്രത രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഏറെ പരിഭ്രാന്തരായിട്ട് തന്നെയാണ് ഈ വാർത്തയെ കാണുന്നത്. ഹുസ്ന, ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ 7.3 രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും സായ് കുമാർ. മറ്റു വാർത്തയിലേക്ക്. എറണാകുളം ജില്ലയിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരാതികളുടെ പ്രവാഹം. 10,000-ഓളം അപേക്ഷകളാണ് ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കെത്തിയത്. ഇതുവരെ 2.5 കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ജയേഷ് രാഘവൻ ചേരുന്നു. ജയേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ?
മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ഇപ്പോൾ 14 മണിക്കൂർ പിന്നിടുകയാണ്. ഏകദേശം 9672 പരാതികളാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിൽ 6000-ഓളം ആളുകളെ മാത്രമേ ഈ ജനസമ്പർക്ക പരിപാടി 14 മണിക്കൂർ പിന്നിടുമ്പോൾ മുഖ്യമന്ത്രിക്ക് കാണാനായിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിൽ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാനായിട്ടുള്ളൂ. ഇനിയും 4000-ഓളം ആളുകൾ ഈ ഗ്രൗണ്ടിൽ കാത്തു നിൽക്കുകയാണ്. ഇന്ന് മാത്രം ഏകദേശം 4000-ഓളം പരാതികളാണ്, പുതിയ പരാതികളാണ്, നേരത്തെ പരാതി നൽകാൻ സാധിക്കാത്ത ആളുകളുടെ പരാതികളാണ് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതലും APL വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകൾ BPL വിഭാഗത്തിലേക്ക് ആക്കണമെന്ന ആളുകളുടെ അപേക്ഷയാണ്. അതോടൊപ്പം തന്നെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഭൂരിഭാഗം പരാതികളും, അതോടൊപ്പം തന്നെ നിർധന കുടുംബത്തിലെ ആളുകൾ, വികലാംഗർ, രോഗികൾ തുടങ്ങിയ ആളുകൾക്ക് ഉപജീവനത്തിനായുള്ള ചെറിയ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കടകൾ പോലെയുള്ള സംവിധാനങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു തരണമെന്ന അപേക്ഷയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ മുന്നിലുണ്ട്. ഇത്തരം അപേക്ഷകളിലൊക്കെ തന്നെ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ധനസഹായം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 14 മണിക്കൂർ പിന്നിടുമ്പോഴും 4000-ഓളം ആളുകൾ ഇനിയും മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാർ വിവിധ വകുപ്പ് കൗണ്ടറുകൾ തുടങ്ങിക്കൊണ്ട് ഇവിടെ പ്രത്യേകമായി ഇവിടെ സജ്ജീകരിച്ച കൗണ്ടറുകളിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി പുരോഗമിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും ജയശാഖവൻ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ സോഷ്യൽ മീഡിയയും ഉൾപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓരോ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് പത്രികയോടൊപ്പം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ കൂടി നൽകണം. സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ട ചെലവും തെരഞ്ഞെടുപ്പ് ചെലവിനോടൊപ്പം ഉൾപ്പെടുത്തും. ഫേസ്ബുക്ക്, ട്വിറ്റർ, ബ്ലോഗുകൾ തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന് കീഴിൽ കൊണ്ടുവന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സത്യവാങ്മൂലത്തിൽ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ കൂടി നൽകണം. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് ചെലവായി കണക്കാക്കുകയും ചെയ്യും. ഇത്തരം പ്രചരണങ്ങൾക്കായി മുൻകൂട്ടി അനുമതി വാങ്ങിയിരിക്കണം. സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികളും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങൾ വ്യാപകമായ ശേഷം നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ മാധ്യമവും സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ചില സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ന്യൂഡൽഹി. നിറ്റ ജലാറ്റിൻ കമ്പനിയിലെ രാസമാലിന്യങ്ങൾ വളമെന്ന പേരിൽ വിതരണം ചെയ്ത സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. മാലിന്യങ്ങൾ വിതരണം ചെയ്ത പാലക്കാട് ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. പഞ്ചായത്ത് അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. വളമെന്ന പേരിൽ മാലിന്യം വിതരണം ചെയ്യുന്ന വിവരം മീഡിയ 1 ആണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. നിറ്റ ജലാറ്റിൻ കമ്പനിയിലെ ഓസിൻ ഉൽപാദനത്തിന് ശേഷമുള്ള മാലിന്യങ്ങളാണ് വളമായി നൽകുന്നതെന്ന് കഴിഞ്ഞ ദിവസം മീഡിയ 1 റിപ്പോർട്ട് ചെയ്തിരുന്നു. മുതലമട വില്ലേജ് ഓഫീസർ പഴനിമലയുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. മാലിന്യം കയറ്റിവരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കുന്നതിനും നിർദ്ദേശം നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ മുതലമട പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു. 29-ാം തീയതി ചേരുന്ന പഞ്ചായത്ത് ഭരണസമിതി വിഷയം ചർച്ച ചെയ്യുമെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തമിഴിലും മലയാളത്തിലും നോട്ടീസ് ഇറക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. മാലിന്യത്തിന്റെ സാമ്പിൾ സഹിതം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് വിവിധ വകുപ്പുകൾക്ക് കത്ത് നൽകി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പിന്നെ DMO, അതുപോലെ മറ്റേ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ പാലക്കാട്, ഇവർ 3 പേർക്കും ഇന്ന് ഇൻറ്റിമേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആധികാരികമായിട്ട് പറയേണ്ടത് ഈ മലിനീകരണ ബോർഡാണ്. അപ്പോൾ അവരൊന്ന് പരിശോധിച്ചിട്ട് ഇത് മാലിന്യം ഉണ്ടാക്കുന്ന കേസാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫർദർ സ്റ്റെപ്പ് എടുക്കേണ്ടത്. മാലിന്യം നിക്ഷേപിച്ച തോട്ടങ്ങളിൽ നിന്ന് അത് എടുത്തു മാറ്റാനുള്ള സാധ്യതയും പരിശോധിക്കും. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. കൽക്കരിപ്പാടം അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് CBI ചോദ്യാവലി കൈമാറി. ഹിൻഡാൽകോയ്ക്ക് കൽക്കരിപ്പാടം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യാവലി കൈമാറിയത്. അതേസമയം കൽക്കരി മന്ത്രാലയത്തിൽ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണിച്ച് മുൻ കൽക്കരി സെക്രട്ടറി PC പരേഖ് 2005-ൽ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് പുറത്തുവന്നു. മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലീം രാജ് ഉൾപ്പെടുന്ന തിരുവനന്തപുരം കടകംപള്ളിയിലേത് ചെറിയ ഭൂമി തട്ടിപ്പില്ലെന്ന് ഹൈക്കോടതി. 10 ദിവസത്തിനകം പ്രാഥമിക വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനും കോടതി ഉത്തരവിട്ടു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സോളാർ കേസിൽ അന്വേഷണം കേന്ദ്ര ഉദ്യോഗസ്ഥരിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഡൽഹിയിലെത്തിയ അന്വേഷണ സംഘം പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമായാണ് മൊഴിയെടുത്തിരുന്നത്. കേസിൽ ഈ ഉദ്യോഗസ്ഥരെ കൂടി സാക്ഷികളാക്കാനും ആലോചിക്കുന്നുണ്ട്.
ബിജു രാധാകൃഷ്ണന്റെ കത്തുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡിവൈഎസ്പി റെജി ജേക്കബ് കേന്ദ്ര ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തത്. സോളാർ കേസ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട 33 കേസുകളിൽ 12 എണ്ണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം 2 ആഴ്ചയ്ക്കകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വൃദ്ധമാതാക്കളെ തള്ളുന്ന സംഭവത്തിൽ വനിതാ കമ്മീഷൻ തെളിവെടുത്തു. മക്കൾ ഉപേക്ഷിച്ചവരും പീഡനം സഹിക്കാതെ വീട് വിട്ടിറങ്ങിയവരുമായി 25 പേരിൽ നിന്നാണ് തെളിവെടുത്തത്. കല്യാണിയമ്മയെ ബന്ധുക്കൾ സ്വത്തിനായി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ്. ഇനി തന്റെ വീട്ടിലേക്കില്ലെന്നാണ് ഈ അമ്മ പറയുന്നത്. പിടിച്ചിങ്ങനെ കൊല്ലും പറഞ്ഞിങ്ങനെ പിടിച്ചു, കൊല്ലാൻ അവൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് പടിഞ്ഞാറ് വീട്ടിലെ അതുകൾ, പടിഞ്ഞാറ് ഭാഗത്ത് അതുകൾ കണ്ടു, അവൻ കൈ അയച്ചു. ഇങ്ങനെ ഒത്തിരി അമ്മമാരുണ്ട് ഇവിടെ. അമ്മ തൊഴുന്ന തക്കം നോക്കി നാട്ടിലേക്ക് മടങ്ങിയവർ, സ്വത്ത് തട്ടിയെടുക്കാനായി വീട്ടുകാർ ഉപദ്രവിച്ച് ആട്ടിപ്പുറത്താക്കിയവർ, അങ്ങനെ 100 കണക്കിന് പേർ. പലരും ഭിക്ഷയാചിച്ചാണിവിടെ കഴിഞ്ഞിരുന്നത്. വിഷയം മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് വനിതാ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത്. സ്വത്ത് തട്ടിയെടുത്തവർക്കും അമ്മമാരെ ഉപേക്ഷിച്ചവർക്കും പീഡിപ്പിച്ചവർക്കുമെതിരെ വയോജന സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം കെ തുളസി മീഡിയ വണ്ണിനോട് പറഞ്ഞു. സ്വന്തം മക്കള് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും വയസ്സായി പ്രായാധിക്യത്തിന്റെ പേരിൽ സ്വന്തം അച്ഛനെ അമ്മയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത്. അവർക്ക് അവിടെ നാട്ടിൽ സ്വത്തും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള കേസുകൾ നമുക്ക് നോക്കിയിട്ട് കണ്ണടയ്ക്കാൻ പറ്റില്ല. 2 പേരെ ബന്ധുക്കളെ ഏൽപ്പിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. കോടികളുടെ ആസ്തിയുള്ള ദേവസ്വത്തിന് വയോജനങ്ങളെ സ്വന്തമായി പാർപ്പിക്കാൻ സംവിധാനമില്ല. ഇത് പ്രതിഷേധത്തിന് കാരണമായതിനെ തുടർന്ന് അഗതികളെ പാർപ്പിക്കുവാനുള്ള സംവിധാനത്തിന് ദേവസ്വം രൂപം കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ കണക്ക് പോലീസും ശേഖരിക്കും. ഉപേക്ഷിച്ച ബന്ധുക്കൾക്കെതിരെ നടപടി സ്വീകരിക്കും. മീഡിയ 1 തൃശൂർ. കായിക വാർത്തകളിലേക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ 5ാം മത്സരം നാളെ കട്ടക്കിൽ നടക്കും. പരമ്പരയിൽ 2-1 പിന്നിൽ നിൽക്കുന്ന ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിക്കണം. ഉച്ചയ്ക്ക് 1:30 മത്സരം. മഴമേഘങ്ങൾക്ക് കീഴിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ 5ാം ഏകദിനം. റാഞ്ചി ഏകദിനം മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ഇന്ത്യയുടെ നില പരുങ്ങലിലായത്. വിക്കറ്റ് നഷ്ടമാകാതെ ഇന്ത്യ മുന്നേറുമ്പോഴായിരുന്നു മഴ കളി തടസ്സപ്പെടുത്തിയത്. ഇനിയുള്ള 3 മത്സരങ്ങളും ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടമായിരിക്കും. ഓസ്ട്രേലിയ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയെ പിന്തള്ളി ലോക റാങ്കിങ്ങിൽ 1ാമതെത്തും. ബാറ്റിംഗിൽ ഇന്ത്യ ഏറെ മുന്നിലാണ്. ശിഖർ ധവാൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ക്യാപ്റ്റൻ ധോണി എന്നിവർ മികച്ച ഫോമിലാണ്. ആദ്യ 3 മത്സരങ്ങളിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് അച്ചടക്കമില്ലാത്ത ബൌളിംഗാണ്. റാഞ്ചി ഏകദിനത്തിലാണ് ആതിഥേയർ താരതമ്യേന മികച്ച ബൌളിംഗ് കാഴ്ചവെച്ചത്. 3 വിക്കറ്റെടുത്ത മുഹമ്മദ് ഷമി കട്ടക്കിലും കളിക്കും. ഒപ്പം ജനദേവ് ഉനാദ്കത്തിനെയും ഇറക്കിയേക്കും. മറുവശത്ത് ഓസ്ട്രേലിയ മികച്ച ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 74 റൺസ് എടുത്ത് തകർത്ത് നേരിട്ട ഓസീസിനെ കരകയറ്റിയത് ക്യാപ്റ്റൻ ജോർജ് ബേലിയുടെയും മാക്സ്വെലിന്റെയും ബാറ്റിംഗാണ്. മിച്ചൽ ജോൺസൺ, ഷെയ്ൻ വാട്സൺ എന്നിവരാണ് ഓസീസ് ബൌളിംഗിന് ചുക്കാൻ പിടിക്കുക. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. ദാരിദ്ര്യത്തിന്റെ കൂരയ്ക്കു കീഴിൽ കലയുടെ വർണ്ണപ്രപഞ്ചം ഒരുക്കുകയാണ് വയനാട് തോണിച്ചാലിലെ ലയ കെ കോമത്ത്. കഥയും കവിതയും ചിത്രം വരെയുമെല്ലാം ലയയുടെ കൈകളിൽ ഭദ്രമാണ്. കാണുവതില്ലയോ ഭാവി കാലം, കഴുകന്റെ കണ്ണുമായെത്തുമോ കാറ്റു നിൻ കണ്ഠമറുത്തു കടന്നു പോമോ. ചെറുപ്പം മുതൽ തന്നെ കലയുടെ ലോകത്താണ് ലയ. കവിതയെഴുത്ത് തുടങ്ങിയത് എപ്പോഴാണെന്ന് അവൾക്ക് പോലും അറിയില്ല. ജീവിതത്തിലെ ദുരിതങ്ങളാണ് കണ്ണീരുണങ്ങാത്ത കവിതകളുടെ പ്രധാന പ്രമേയം. അമ്മ ചന്ദ്രലേഖയും സഹോദരി ഹിമയും അച്ചച്ചനും അമ്മമ്മയുമാണ് ലയയുടെ വീട്ടിലുള്ളത്. പ്രതിബന്ധങ്ങൾ ഏറെയുണ്ടെങ്കിലും അവയെല്ലാം കലയുടെ വർണ്ണങ്ങളാൽ മായ്ച്ചെടുക്കുകയാണ് ഇവൾ. അടുത്തിടെ എഴുതിയ കവിതകൾ പുസ്തകമാക്കണമെന്ന ആഗ്രഹം അമ്മയോട് അറിയിച്ചപ്പോൾ ഇതിനുള്ള പണം കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടി. ഓളങ്ങൾ എന്നു പേരിട്ട കവിതാ സമാഹാരം ഇറക്കിയത് 10 കോപ്പികൾ മാത്രം. പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാനാണ് ലയയ്ക്ക് ഇഷ്ടം. സംവിധായിക ആവുകയാണ് ജീവിത ലക്ഷ്യം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തിനേയും മറികടക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഭാവിയിൽ ഒരു ചലച്ചിത്രകാരിയായി അറിയപ്പെടാനാണ് എൻ്റെ ആഗ്രഹം. സംവിധാനം എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു മേഖലയാണ്. പ്രദേശത്തെ യുവജന വായനശാല ഒരിക്കൽ ലയയെ ആദരിച്ചു. അതാണ് ആകെ ലഭിച്ച അംഗീകാരം. എങ്കിലും കലയിലൂടെ തന്നെ ലക്ഷ്യം നേടുമെന്ന് പറയുമ്പോൾ ലയയുടെ ആത്മവിശ്വാസം ഇരട്ടിയാകുന്നു. മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്. Be positive from Bright Light. വിരൽ തുമ്പിലെ സൂര്യൻ ബ്രൈറ്റ് ലൈറ്റ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആണവായുധങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ശക്തം. ആണവായുധ നിർവ്യാപന കരാർ നടപ്പിലാക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഖത്തർ. ഇറാന്റെ ആണവോർജ്ജ ഗവേഷണങ്ങളിൽ അറബ് നാടുകളിൽ അതൃപ്തി വർദ്ധിക്കുന്നതായും റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയ സേവനങ്ങൾക്ക് ഏറ്റവും അധികം തുക ഈടാക്കുന്നത് ഖത്തർ എന്ന പഠനം. ITC പുറത്തുവിട്ട പട്ടികയിൽ ആഗോളതലത്തിൽ ഖത്തറിന് 31-ാം സ്ഥാനവും UAEക്ക് 33-ാം സ്ഥാനവും. ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഫലം കണ്ടു. ഷാർജയിൽ വാഹനാപകടത്തിൽ 10% കുറവ്. വാഹന പരിശോധനകൾ കർശനമാക്കുമെന്ന് അധികൃതർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇനി മുതൽ സോഷ്യൽ മീഡിയയ്ക്കും ബാധകം. പത്രികയ്ക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വിവരങ്ങളും നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സോഷ്യൽ മീഡിയ പ്രചാരണ ചെലവ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവിനൊപ്പം ചേർക്കും. നിറ്റ ജലാറ്റിൻ കമ്പനിയിലെ രാസമാലിന്യങ്ങൾ വളമായി വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാർ അന്വേഷണം തുടങ്ങി. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മീഡിയ വൺ ഇംപാക്ട്. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭരാത്രി.